भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോസ്യോൽപ്രേക്ഷക ആദിമധ്യനിധനേയോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരഃ ശാസ്തിതാം. യം സമ്പദ്യ ജഹാത്യജാമനുഷയീ സുപ്ത കുലായാം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 729 ദിവസത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് 10ാമത്തെ സ്കന്ധത്തിലെ 87ാമത്തെ അധ്യായത്തിൽ 40ാമത്തെ ശ്ലോകമാണ് നമ്മൾ ആദ്യം അനുസ്മരിക്കുന്നത്. ശ്രുതിഗീത എന്ന വളരെ വിശേഷമായ വേദസ്തുതി, അതാണ് 87ാമത്തെ അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം. ആ ശ്രുതിഗീതയിലെ 10ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന്, അല്ലെങ്കിൽ ശ്രുതിഗീത ആരംഭിച്ചിട്ട് ഇന്നേക്ക് 10 ദിവസങ്ങൾ പൂർത്തിയാകും. വളരെ ഗഹനമായ, അത്യന്തം ദുഷ്കരമായ ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേവലം കഥ കേൾക്കുന്ന ലാഘവത്തോടുകൂടി പറയാനോ കേൾക്കാനോ സാധിക്കാത്തതാണ് ഇത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ശ്ലോകങ്ങൾ മാത്രമാണ് ഓരോ ദിവസവും നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. പറയുന്ന എനിക്കത്, അതുകൊണ്ട് തന്നെ കേൾക്കുന്ന നിങ്ങൾക്ക്. പ്രപഞ്ചം മിഥ്യയാണെന്നും ബ്രഹ്മഭാവം മാത്രമാണ്, അല്ലെങ്കിൽ ഈശ്വരൻ മാത്രമാണ് സത്യമെന്നും അതിന് ഭഗവാന്റെ പാദങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാവണം എന്നുമാണ് ഇതിൻ്റെ താല്പര്യം. അപ്പൊ ഇവിടെ പറഞ്ഞു, ദീനന്മാരിലും അതേപോലെ തന്നെ അനാഥന്മാരുമായിട്ടുള്ള ആളുകളിൽ പരമകാരുണ്യം കാണിക്കുന്ന ഭഗവാനെ അവിടുന്ന് പാഹിമാം, എന്നെ രക്ഷിക്കണേ എന്ന ശ്രീധരാചാര്യസ്വാമികളുടെ ഒരു ശ്ലോകം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ പ്രഭാഷണം സമർപ്പിച്ചത്. ഇന്ന് 40ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ത്വദവഗമീ നവേത്തി ഭവദുദ്ധ ശുഭാശുഭയോർ ഗുണവിഗുണാന്വയാം സ്തർഹി ദേഹഭൃതാം ചഗിരാ അനുയുഗമന്വഹം സഗുണ ഗീതപരമ്പരയാ ശ്രവണഭൃതോ
യതസ്ത്വമപവർഗഗതിർമനുജൈഃ. ഹേ സഗുണ, സഗുണനായിരിക്കുന്നവനെ, ത്വദവഗമ, അവിടുത്തെ അറിഞ്ഞ ആള്, ഭവദുദ്ധ ശുഭാശുഭയോ, അവിടുന്ന് കാരണമായി ആവിർഭവിച്ചിട്ടുള്ള പുണ്യങ്ങൾ, ശുഭവും അശുഭവും പാപങ്ങളുടെയും ഗുണവിഗുണാന്വയാൽ സുഖദുഃഖങ്ങളുടെ സംബന്ധങ്ങളെ നവേത്തി, അറിയുന്നില്ല. അപ്പോ ദേഹഭൃതാം, ദേഹത്തെ ഭരിക്കുന്നവരുടെ ഗിരഹാച്ച, വാക്കുകളെയും നവേത്തി, അറിയില്ല. യഥ, യാതൊന്ന് കാരണമായി അനുയുഗം ഗീതപരമ്പരയാ, യുഗം തോറുമുള്ള ഉപദേശ പാരമ്പര്യം കൊണ്ട് മനുജൈ, മനുഷ്യരാൽ അന്വഹം, ദിവസം തോറും ശ്രവണഭൃത, ശ്രവണം കൊണ്ട് ധരിക്കപ്പെട്ട അവിടുന്ന് തേഷാം അപവർഗഗതി, ആ മോക്ഷസ്വരൂപമായിരിക്കുന്ന ഗതിയായിട്ട് അവിടുന്ന് മാറുന്നു എന്നാണ്. അജ്ഞാനവാസനകളുടെ ഫലം കാമങ്ങൾ. ആ യതികളും സംസാര സങ്കടം അനുഭവിക്കും ഇങ്ങനെ കാമങ്ങളെ ആഗ്രഹിച്ചാൽ എന്ന് പറഞ്ഞുല്ലോ. അപ്പൊ യതിക്ക് യാതൊന്നും ചെയ്യേണ്ടതില്ല. സുഖദുഃഖങ്ങളുടെ ഉപഭോഗം കൊണ്ട് പ്രാരബ്ധം ക്ഷയിക്കണു. ആ കർത്തവ്യകർമ്മം ഒന്നുമില്ലാത്ത യതിക്ക് രണ്ടു ലോകത്തിലും, ഉഭയലോകേ, രണ്ടു ലോകത്തിലും, ഇഹത്തിലും പരത്തിലും ദുഃഖം തന്നെയാണ്. ഏഷ നിത്യോ മഹിമാ ബ്രാഹ്മണസ്യ ന കർമ്മണ വർദ്ധതേനോ കനീയാൻ. കർമ്മം കൊണ്ട് മഹിമ വർദ്ധിക്കുന്നതുമില്ല, കുറയുന്നുമില്ല. ഇത് ബ്രാഹ്മണന്റെ നിത്യമായ മഹിമ. ഇങ്ങനെയുള്ള ശ്രുതികൾ ബ്രാഹ്മണന് പുണ്യപാപഗന്ധസ്പർശം ഇല്ല എന്നാണ്. അപ്പോ ഐശ്വര്യാദി ഷഡ്ഗുണയുക്തനായിരിക്കുന്ന ഭഗവാനെ, അവിടുത്തെ അറിഞ്ഞവൻ, അവിടുന്ന് കാരണമായി ആവിർഭവിച്ച പുണ്യപാപങ്ങളുടെ ഫലങ്ങളായിരിക്കുന്ന സുഖദുഃഖ സംബന്ധങ്ങളെ അറിയില്ല. അവിടുത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ സുഖദുഃഖങ്ങൾ ഇല്ലാതെയാവുന്നു, പുണ്യപാപങ്ങൾ ഇല്ലാതെയാവുന്നു, വിധി നിഷേധങ്ങൾ ഇല്ലാതെയാവുന്നു. ആ ഉപാസകന്റെ, ആ ഭക്തന്റെ മനസ്സ് അങ്ങയിലേക്ക് ലയിക്കുമ്പോ ദേഹാഭിമാനം ഇല്ല. അങ്ങനെ വരുമ്പോ സുഖദുഃഖ ജ്ഞാനവും ഇല്ലാതെയായിട്ട് തീരും. അപ്പൊ ദേഹാഭിമാനങ്ങളെ ഉദ്ദേശിച്ച് പറയുന്ന വിധിവാക്യങ്ങൾ അല്ലെങ്കിൽ നിഷേധവാക്യങ്ങൾ, വിധി നിഷേധങ്ങൾ ഒന്നും തന്നെ ഈ ആത്മാഭിമാനിയായ, യഥാർത്ഥാർത്ഥത്തിൽ നമ്മൾ ആത്മാഭിമാനി എന്ന് പറയുന്നത് ദേഹാഭിമാനിയായിട്ടാണ് ഞാൻ ആത്മാഭിമാനിയാണെന്ന് പറയുന്നത്. ആത്മാവിനെ അറിഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ആ അഭിമാനം ഉണ്ടാവില്ല. അങ്ങനെ ആ വിധി നിഷേധ വാക്യങ്ങളെ പോലും ഇയാൾ അറിയില്ല. അതിന് കാരണം എന്താ? അവന് ദേഹാഭിമാനമില്ല. എല്ലാ യുഗത്തിലും നല്ല സമ്പ്രദായത്തെ അനുസരിച്ച് മനുഷ്യരാൽ ശ്രവണദ്വാര മനസ്സിൽ ധരിക്കപ്പെട്ട അവിടുത്തെ അവർക്ക് മോക്ഷദാതാവായി അവർക്ക് മോക്ഷത്തിലേക്കുള്ള കവാടം തുറന്നു കൊടുക്കും. തത്വത്തെ നന്നായി അറിഞ്ഞ ആളുകൾക്ക് നിഷേധവും വിധിയും അവരെ ബാധിക്കില്ല. കാരണം കർമ്മങ്ങളിൽ അവർക്ക് ഒരു തരത്തിലുള്ള താല്പര്യം ഉണ്ടാവില്ല. അവർ കർമ്മം ചെയ്യുന്നവരല്ല, അതുകൊണ്ട് തന്നെ ഫലം അനുഭവിക്കുന്നവരുമല്ല. അവരൊരു വസ്തു മാത്രമാണ്. അപ്പോ എല്ലാ സമയവും അവിടുത്തെ ഹരികഥാ ലീല അത് കേൾക്കുന്നത് കൊണ്ട് അത്യാസക്തചിത്തന്മാരോ അവർ എപ്പോഴും അവിടുത്തെ പാദപങ്കജ സമീപവാസികളായി നിലനിൽക്കുന്നു എല്ലാ സമയത്തും. അതുകൊണ്ട് തന്നെ അവരെ വിധി നിഷേധങ്ങൾ ബാധിക്കുന്നില്ല. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിൽ അധികം ആസക്തിയുള്ളവർ ആകുന്ന യോഗികൾ കാമബാധയിൽ നിന്ന് വിമുക്തരല്ലാത്തത് കൊണ്ട് അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകത്തിലും സുഖമില്ല, പരലോകത്തിലും സുഖമില്ല. അല്ലെങ്കിൽ ഈ ലോകത്തിൽ ദുഃഖമുണ്ട്, പരലോകത്തിലും ദുഃഖമുണ്ട്. അതുകൊണ്ട് ജ്ഞാനയോഗം, കർമ്മയോഗം എന്നിവയെക്കാളൊക്കെ ശ്രേഷ്ഠം ഭക്തിയോഗമാണ്. ആ ഭക്തിയോഗത്തിൽ ഭഗവാനിലേക്ക് എത്തുന്ന ആളുകൾക്ക് നമേ ഭക്ത പ്രണശ്യതി എന്ന ഭഗവാന്റെ വാക്കനുസരിച്ച് അവർ ഒരിക്കലും അധപ്പതിക്കില്ല എന്ന് മാത്രമല്ല, ഭഗവാനാകുന്ന ആശ്രയത്തോടുകൂടി ഭയരഹിതമായ അഭയസ്ഥാനമായ ആ നിർവാണ സുഖത്തിലേക്ക്, മോക്ഷത്തിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യുന്നു.
അവഗമം തവ മേ ദിശ മാധവ സ്ഫുരതി എന്ന സുഖാസുഖ സംഗമ ശ്രവണ വർണ്ണന ഭാവമഥാപിവ നഹി ഭവാമി യഥാ വിധി കിങ്കരഃ. ഭഗവാനെ, അവിടുത്തെ ആ സച്ചിദാനന്ദ സ്വരൂപത്തെ അറിയുമ്പോ ദേഹവുമായി ബന്ധപ്പെട്ട സുഖദുഃഖ ബോധം ഉണ്ടാവില്ല. ഇനി അതിനെ ഞാൻ അധികാരി അല്ലെങ്കിലോ, അവിടുത്തെ കഥ കേൾക്കാനോ അല്ലെങ്കിൽ അത് ആസ്വദിക്കാനോ അത് വർണ്ണിക്കാനോ ആ ഭക്തി സുധാരസത്തിൽ മുങ്ങിപ്പൊങ്ങി ആനന്ദത്തോടുകൂടി ഇരിക്കാൻ അതിനുള്ള ഒരു അർഹതയെങ്കിലും അടിയന് തരണേ, ഞാൻ എങ്കിൽ ധന്യനായി എന്നാണ്. ആ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേദവാക്യങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് ഞാൻ മോചിതനാകുമല്ലോ, വിധി നിഷേധങ്ങൾ എന്നെ ബാധിക്കുകയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനാവാൻ ജ്ഞാനമോ അല്ലെങ്കിൽ പരമമായ ഭക്തിയോ, ഭക്തിയാണ് കുറച്ചുകൂടി അഭികാമ്യം, കുറച്ചുകൂടി അയത്നലളിതമാണ്. അതുകൊണ്ട് അത് ഏതെങ്കിലും എനിക്കുണ്ടാവാൻ ഭഗവാനെ അവിടുന്ന് അനുഗ്രഹിച്ച് വേണ്ടതുപോലെ ആക്കിത്തരണേ എന്ന് ശ്രീധരാചാര്യര് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദ്യുപതയാ ഏവതേ ന യയുരന്തമനന്തതയാ ത്വമപി യദന്തരാണ്ഡനിചയാ നനു സാവരണ ഘ ഇവ രജാംസി വാന്തി വയസാ സഹയശ്രുതയസ്ത്വൈഹി ഫലന്ത്യതന്നിരസനേന ഭവന്നിധന. ദ്യുപതയഃ ഏവ, സ്വർഗാധിപതികൾ തന്നെ ഭഗവാനെ തേ അന്തം നയ്യു, അവിടുത്തെ അവസാനത്തിലേക്ക് എത്തുന്നില്ല. അനന്തതയ, അന്തത്തോടു കൂടാത്തതാണ് എന്നുള്ളത് കൊണ്ട് ത്വം അപി, അങ്ങും അന്തം നയ്യു, അന്തത്തിലേക്ക് എത്തില്ല. യദന്തര, എങ്ങനെയാണോ അങ്ങയുടെ ഉള്ളിൽ സാവരണ, സപ്താവരണങ്ങളോടുകൂടിയ അണ്ഡനിചയ, അണ്ഡസമൂഹങ്ങൾ, വയസ, കാലചക്രം കൊണ്ട്, ഘേ, ആകാശത്തിൽ, രജാംസിവ, പൊടികൾ എന്നതുപോലെ, സഹവാന്തി, ഒരുമിച്ച് ചുറ്റുന്നു. ആശ്ചര്യമാണ്. യത് എന്നത് എന്താണോ അത് കാരണമായി ശ്രുതയഃ, വേദങ്ങൾ, ത്വയി ഫലന്തി, അങ്ങയിൽ പര്യവസാനിക്കുന്നു. എന്ത് കാരണം കൊണ്ടാണോ അതന്നിരസനേന, അതല്ലാത്തതിനെ നിരസിക്കുന്നത് കൊണ്ട്, ഭവന്നിധന, അങ്ങയുടെ സമാപ്തിയുള്ളവരായി തീർന്നു. അങ്ങയെ അറിഞ്ഞ ആളുകൾ സുഖദുഃഖങ്ങളും വിധിനിഷേധങ്ങളും അറിയുന്നില്ല എന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ എങ്ങനെ ഭഗവാനെ അറിയാൻ സാധിക്കും? അറിയാൻ കഴിയില്ല. അറിവിന് വിഷയമല്ല ഭഗവാൻ എന്നാണ്. അറിയാൻ കഴിയാത്ത മഹിമയോടുകൂടിയ ഭഗവാൻ വാക്കിനും മനസ്സിനും ഗോചരനല്ല. അതാണ് അറിവിന്റെ സ്വരൂപം. എങ്കിലും അവാങ് മനസ്സഗോചരമായ പരമാർത്ഥ വസ്തുവിന്റെ ബോധത്തെ ലക്ഷണം കൊണ്ട് വേദം പറഞ്ഞു തരാം. സ്വർഗത്തിന്റെ അധിപന്മാര്, ബ്രഹ്മാദിദേവന്മാര്, അവര് പോലും അവിടുത്തെ വേണ്ട പോലെ അറിയുന്നില്ല. അവർ മറ്റുള്ള എല്ലാവരെക്കാളും അധികം ബുദ്ധിയും സാമർഥ്യവും ഭക്തിയും ജ്ഞാനവും ഒക്കെ ഉള്ള ആളുകളാണ്. പക്ഷേ ഭഗവാൻ ഇന്ന പോലെ ഇരിക്കുന്നു എന്ന് അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. എന്തിന്? അനന്തഹേതുവായി. അങ്ങനെയുള്ള ഒരു നിശ്ചയം ആനന്ദസ്വരൂപനായ അവിടുത്തേക്ക് പോലുമില്ല. അവിടുന്നാകുന്ന അസ്പദത്തിങ്കൽ അനന്ത ബ്രഹ്മാണ്ടങ്ങൾ കാലചക്രം കൊണ്ട് ആകാശത്തിൽ പരമാണുക്കൾ ഒരുമിച്ച് ഒന്നായിട്ട് ചുറ്റിത്തിരിയുന്നത് പോലെ അവിടുത്തെ ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അവിടുത്തേക്ക് ഒരിക്കലും അവസാനമില്ല. എന്നാൽ വേദങ്ങൾ അവിടുത്തെ ആ വൈഭവത്തെ പരിച്ഛേദിക്കുകയാണോ? അതല്ല. സഗുണനായിരിക്കുന്ന അവിടുത്തെ ഗുണങ്ങൾ അനന്തങ്ങളാണ്. നിർഗുണനായിരിക്കുന്ന അവിടുത്തെ വാക്കിന് ഗോചരമാവാത്തതാണ്. അങ്ങയിൽ സാക്ഷാൽ ഗതി വേദങ്ങൾക്കുണ്ടാവില്ല. എങ്കിലും ഇവിടെ പറയുകയാണ്, പദാർത്ഥം വിധി, ഈ വേദ വിധിമുഖവാക്യത്തിൽ പദാർത്ഥത്തിന് വാക്യാർത്ഥത്തില എടുക്കേണ്ടത്. പദാർത്ഥമല്ലാത്തതിനെ വാക്യാർത്ഥം കൊണ്ട് ധരിപ്പിക്കാൻ സാധിക്കില്ല. എങ്കിലും
നിഷേധമുഖവാക്യത്തിൽ ഈ നിയമമില്ലാത്തത് കൊണ്ട് വേദങ്ങൾ നിഷേധത്തിലൂടെ അങ്ങയെ ബോധിപ്പിക്കണമെന്നാണ്. സാവധിർ നിഷേധ, നാശരഹിതമായ ഒന്നിനെ അവധിയായി നിശ്ചയിച്ച് നാശമുള്ള വസ്തുക്കളെ മുഴുവൻ അവിടുന്നല്ല എന്ന് തള്ളിക്കളയണം. ഒരു ശില്പി കല്ലിൽ ആവശ്യമില്ലാത്ത വസ്തുവിനെ മുഴുവൻ കൊത്തിക്കളഞ്ഞ് അതിൽ ആ ശില്പത്തെ കണ്ടെത്തുന്നത് പോലെ നയിതി നയിതി നേതി 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 എന്ന് പറഞ്ഞ് വാങ്മനസ്സുകൾക്ക് അഗോചരമായ നാശരഹിതമായ പരമാർത്ഥ വസ്തുവിനെ വേദങ്ങൾ ബോധിപ്പിക്കുന്നു. ദ്യുപതയോ വിദുരന്തമനന്തതേന ച ഭവാന്നഗിര ശ്രുതി മൗലയ ത്വയി ഫലന്തിയതോ നമ ഇത്യതോ ജയ ജയേതി ഭജേ തവ തൽപദം എന്നാണ്. അവിടുത്തെ നിത്യാനന്ദ സ്വരൂപത്തെ ബ്രഹ്മാതിദേവന്മാരോ വേദാന്ത വാക്കുകളോ എന്തിന് അവിടുന്ന് പോലും അറിയുന്നില്ല. അതുകൊണ്ട് വാച്യമായ സകലതിനെയും തള്ളിക്കളഞ്ഞ് അതിൻ്റെ അവധിയായിരിക്കുന്ന അവിടുത്തേതിൽ വാക്കുകൾ ലയിക്കുന്നു. അങ്ങനെ സമസ്ത നിഷേധത്തിനും അവധിഭൂതനായ അവിടുന്ന് ജയ ജയ, ജയിക്കൂ ജയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്. ഭക്തിയെ തന്നെ എല്ലാ മുമുക്ഷുക്കളും ശരണം പ്രാപിച്ചോളൂ എന്നാണ് ശ്രുതി മാതാവ് അല്ലെങ്കിൽ വേദ ദേവതകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഈശ്വരനും തൻ്റെ അവധിയെ അറിയുകയില്ല. അത് ആ ഭഗവാന്റെ സർവജ്ഞഭാവത്തിന് ദോഷമല്ലേ എന്നാണെങ്കിൽ, ഒരു വസ്തുവിന്റെ അവധിയെ അറിഞ്ഞു എന്ന് വന്നാൽ ആ വസ്തു അത് പരിപൂർണമല്ലാതെ ആ അപരിച്ഛിന്ന വസ്തുവിനെ ആ നിലയിൽ അറിയുന്നത് തന്നെയാണ് ശരിയായ ജ്ഞാനം. അങ്ങനെയല്ലെങ്കിൽ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്ന സ്വരൂപ വിവരണ ശ്രുതിവാക്യം അർത്ഥമില്ലാത്തതായിട്ട് തീരും. അതുകൊണ്ട് അവിടുത്തേക്കും അവിടുത്തെ അറിയില്ല എന്ന് വേദങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അത്രയും വിശേഷമായിട്ടുള്ള വേദസ്തുതിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. ഭഗവാന്റെ കാരുണ്യാതിരേകം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിനെ ഈ തരത്തിലെങ്കിലും ഒന്ന് അനുസ്മരിക്കാനായിട്ട് സാധിച്ചത്. ഇവിടെ സാക്ഷാൽ സനന്ദനൻ തൻ്റെ ഒപ്പമുള്ള മറ്റ് സനകൻ, സനാതനൻ, സനൽകുമാരൻ എന്നിവരെ ശ്രോതാക്കളാക്കി സനന്ദനൻ പറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്. 14-ാമത്തെ ശ്ലോകം മുതൽ 41-ാമത്തെ ശ്ലോകം അടക്കം 27 ശ്ലോകങ്ങളിലൂടെയാണ് നമ്മൾ ഈ ശ്രുതി ഗീതയെ, ഭാഗവതത്തെ പ്രമാണമാക്കിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മറ്റ് ഋഷീശ്വരന്മാരുടെയും പൂർവസൂരികളായ ഭാഗവതാചാര്യന്മാരുടെയും ഒക്കെ വാക്കുകളെ ഓർമ്മിക്കുകയും മനസ്സിലാക്കുകയും അതിനെ പകർത്തുകയും ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ അനുസ്മരിച്ചു. ഇനി നമുക്ക് ആ ഭഗവാന്റെ വാക്കുകളാണ്. ഇത്യേതൽ ബ്രഹ്മണപുത്ര ആശ്രുത്യാത്മാനുശാസനം സനന്ദനമധാനർച്ചു സിദ്ധ ജ്ഞാത്വാത്മനോഗതി ഇതി ബ്രഹ്മണഃ പുത്ര. ബ്രഹ്മാവിന്റെ പുത്രന്മാർ ഇത്തരത്തിൽ ആത്മാനുശാസനം, ആത്മാവിനെ ബോധിപ്പിക്കുന്ന ഇതിനെ ആശ്രുത്യ കേട്ടിട്ട് സിദ്ധാഹ സിദ്ധന്മാരായി ആത്മനഃ ഗതി ആത്മാവിന്റെ തത്വത്തെ അറിഞ്ഞിട്ട് സനന്ദനം ആ സനന്ദനനെ അധ ആനർച്ചു വേണ്ട പോലെ പൂജിച്ചു. ആത്മാവിന്റെ സ്വരൂപത്തെ ഉപദേശിക്കുന്ന വേദസാരമായ ശ്രുതി ഗീത, ആ വേദസ്തുതി നന്നായി മനസ്സിലാക്കി തങ്ങൾക്കിത് പറഞ്ഞു തന്ന ഗുരു സ്ഥാനത്തിരിക്കുന്ന സനന്ദനനെ സനകൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ മറ്റ് ബ്രഹ്മപുത്രന്മാര് നമസ്കരിച്ചു. ഇത്യശേഷ സമാംനായ പുരാണോപനിഷദ്രസ സമുദ്ധൃത പൂർവജാതേർ വ്യോമയാനേർമഹാത്മഭി ഇതി അശേഷ സമാംനായ പുരാണോപനിഷദ്രസ. സർവമായ വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുകളുടെയും രസം വ്യോമയാനൈഹി ആകാശചാരികളും മഹാത്മഭി മഹത്തായ മനസ്സോടുകൂടിയവരുമായ
പൂർവജാതെ പൂർവന്മാരാൽ സമുദ്ധരിക്കപ്പെട്ടു എന്നാണ്. ഇങ്ങനെ വേദങ്ങളുടെ പൂർവഭാഗങ്ങളായ കർമ്മകാണ്ഡങ്ങളുടെയും ഉത്തരഭാഗങ്ങളായ ജ്ഞാനകാണ്ഡത്തിന്റെയും സ്മൃതിസാരമായ പുരാണങ്ങളുടെയും സാരമായ അർത്ഥം ആ നിരപേക്ഷന്മാരും മഹാത്മാക്കളുമായ പൂർവന്മാരുമായ സനകാദികളാൽ സമുദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാരായണൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. നാരായണ മഹർഷി ത്വം ചൈതൽ ബ്രഹ്മദായാദ ശ്രദ്ധയാത്മാനുശാസനം ധാരയംശ്ചരഗാം കാമം കാമാനാം ഭർജനം നൃണാം ബ്രഹ്മദായദ ബ്രഹ്മദായാദ ബ്രഹ്മമാകുന്ന ദായത്തെ സേവിക്കുന്ന ഹേ ബ്രഹ്മപുത്ര, അങ്ങും നൃണാം മനുഷ്യരുടെ കാമങ്ങളുടെ ഭർജനം ആ നിവൃത്തികമായ ഈ ആത്മാനുശാസനത്തെ ആത്മോപദേശത്തെ ശ്രദ്ധയോടുകൂടി ധരിച്ച് കാമം ഗാം ചര ഇച്ഛ അനുസരിച്ച് ഭൂമിയിലൂടെ സഞ്ചരിക്കൂ എന്ന് പറയുകയാണ്. ഇഷ്ടം പോലെ ലോകത്തിൽ സഞ്ചരിക്കുക. ജീവന്മാരെ ജനന മരണ രൂപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ഈ ആത്മ ഉപദേശം കാമക്രോധാദികൾ നിശേഷം നശിക്കണമെങ്കിൽ നിത്യാനന്ദകരമായിരിക്കുന്ന ആത്മാവിന്റെ ജ്ഞാനം ഉണ്ടാവണം. അപ്പോഴേ മനുഷ്യൻ മുക്തനാവുള്ളൂ. അതുകൊണ്ട് മോക്ഷത്തിന് തടസ്സമായിരിക്കുന്ന വൃത്തികളെ നശിപ്പിക്കുന്ന ഈ ആത്മോപദേശത്തെ വേണ്ട പോലെ ധരിച്ച് ലോകാനുഗ്രഹാർത്ഥം സഞ്ചരിക്കുന്ന തീർത്ഥം പോലെ വേണ്ടത് ഈ സാരോപദേശം ആളുകൾക്ക് നൽകി അവരെയും ദുഃഖാർണവത്തിൽ നിന്നും ആ സങ്കടക്കടലിൽ നിന്നും മോചിപ്പിക്കൂ എന്ന് പറയുകയാണ്. ഏവം സർഷിണാദിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാത്മവാൻ പൂർണ്ണ ശ്രുതധരോ രാജന്നാഹ വീരവ്രതോ മുനി. ഇങ്ങനെ ഋഷിയാൽ ആദേശിക്കപ്പെട്ടതിനെ ശ്രദ്ധയാ വിശ്വാസത്തോടുകൂടി ഗ്രഹിച്ച് ആത്മവാൻ ആത്മാവിനെ അറിഞ്ഞവനും പൂർണ്ണനും ശ്രുതത്തെ ധരിച്ചവനും ശ്രുതധരഹ വീരവ്രത നൈഷ്ഠിക ബ്രഹ്മചാരിയുമായ ആ മുനി അല്ലയോ പരീക്ഷത്തെ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ആരാണ് ആ മുനി? നാരദ മഹർഷി. പരീക്ഷത്തെ ഇത് നന്നായി ശ്രദ്ധിച്ച് കേൾക്കൂ. നാരായണ ഋഷി ഇങ്ങനെ പറഞ്ഞ ആത്മോപദേശം ശ്രദ്ധയോടെ ധരിച്ച നാരദന് അപ്പൊ തന്നെ ആത്മസാക്ഷാത്കാരമുണ്ടായി. ആത്മാനന്ദം കൊണ്ട് പരിപൂർണനായി മാറി അദ്ദേഹം. ഒരു പ്രാവശ്യം കൊണ്ട് എങ്ങനെയാണിത് സാക്ഷാത്കാരമുണ്ടായത് എന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകത പൂർണ്ണ ശ്രുതധരഹ അല്ലേ, പൂർണ്ണനാണ്, ശ്രുതധരനാണ്, ആത്മവാൻ ആത്മാവിനെ അറിഞ്ഞവനാണ്, വീരവ്രത നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതുകൊണ്ട് അന്തഃകരണ ശുദ്ധി ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ കേട്ടു ഭഗവാൻ ബ്രഹ്മാവിന് ഭാഗവത ഉപദേശിച്ചത് 4 ശ്ലോകങ്ങളിലൂടെയാണ്. അങ്ങനെ ആ നാരദൻ കൃതാർത്ഥനായി നാരായണ മഹർഷിയോട് പറയുകയാണ്. അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബ്രഹ്മചര്യ ദീക്ഷ അത്യന്താപേക്ഷിതം. നാരദ മഹർഷി ഭഗവാനെ സ്തുതിക്കുന്നു. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായാമലകീർത്തയേ യോ ധത്തെ സർവഭൂതാനാം അഭവായോഷതീ കലാ സർവഭൂതാനാം അഭവായ ഉഷതീ കലാം. സകല ജീവജാലങ്ങളുടെയും സംസാര ദുഃഖനാശത്തിന് ഉഷതി വളരെ മനോഹരമായിരിക്കുന്ന കലാം അംശാവതാരങ്ങളെ യാ ധത്തെ ആരാണോ ധരിക്കുന്നത് അമലകീർത്തയെ നിർമ്മലമായ കീർത്തിയോടുകൂടിയ ഭഗവത്തെ ഐശ്വര്യ പരിപൂർണനായിരിക്കുന്ന തസ്മൈ കൃഷ്ണായ ആ കൃഷ്ണന് എന്റെ നമസ്കാരം എന്ന് പറയുന്നു. സകല പ്രാണികളെയും സംസാര ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് മനോഹരമായിരിക്കുന്ന അവതാരങ്ങൾ എടുക്കുന്നത്. അങ്ങനെ ശ്രവണകീർത്തനാദികൾ കൊണ്ട് അന്ധഃകരണത്തെ ശുദ്ധമാക്കാൻ അവിടുത്തെ ലീലകൾക്ക് കഴിയും. സ്വതസിദ്ധമായ ജ്ഞാനാദി ഷഡ്ഗുണങ്ങൾ ആരിലാണോ നിലനിൽക്കുന്നത്, ആരിലാണോ ഒരു തരത്തിലുള്ള ദോഷവും ഹാനിയും ഇല്ലാതെ നിലനിൽക്കുന്നത്, അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണമൂർത്തിയെ ഞാനിതാ നമസ്കരിക്കുന്നു. ഇത്യാദ്യമൃഷിമാനമ്യ തച്ഛിഷ്യാംശ്ച മഹാത്മന തതോ ഗാദാശ്രമം സാക്ഷാൽ
പിതൃദ്വൈപായനസ്യമേ. ഇങ്ങനെ ആദ്യം ആദ്യനായ ഋഷിയെയും മഹാത്മാക്കളായ തച്ഛിഷ്യാൻ ച അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠരായ ശിഷ്യന്മാരെയും ആനമ്യ അനമിച്ചിട്ട് തഥാ അവിടെ നിന്ന് മേ സാക്ഷാൽ പിതു എന്റെ സാക്ഷാൽ പിതാവ് ആ കൃഷ്ണദ്വൈപായനൻ ദ്വൈപായനസ്യ വ്യാസന്റെ ആശ്രമം അഗാത് ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. ആദ്യ ഋഷിയായ ശ്രീനാരായണനെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയൊക്കെ നമസ്കരിച്ച് അവിടെ നിന്നും പുറപ്പെട്ട നാരദൻ നേരെ വന്നത് എന്റെ അച്ഛൻ വേദവ്യാസന്റെ കൃഷ്ണദ്വൈപായനന്റെ ആശ്രമത്തിലേക്കാണ് എന്നാണ്. വ്യാസൻ അഗ്നി ഉണ്ടാക്കാൻ അരണിമഥനം ചെയ്യുമ്പോ അതിൽ പതിച്ച രേതസ്സിനെ മഥനം ചെയ്തപ്പോഴാണ് ശുകൻ ഉണ്ടായത് എന്ന് പറയാറുണ്ട്. അപ്പോ അതുകൊണ്ട് ശുകോൽപത്തിക്ക് വ്യാസൻ മാത്രമാണ് കാരണം. മാതൃയോനിയുടെ ആച്ഛാദനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സാക്ഷാൽ പിതാവ് എന്ന് പറഞ്ഞു. സാക്ഷാൽ പിതൃദ്വൈപായനസ്യമേ എന്നാണ്. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകമായിട്ട് അത് സൂചിപ്പിച്ചത് എന്ന് വ്യാഖ്യാതാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. സഭാജിതോ ഭഗവതാ കൃതാസന പരിഗ്രഹ തസ്മൈ തദ്വർണയാമാസ നാരായണ മുഖാശ്രുതം. ഭഗവതാ സഭാജിത ഭഗവാനാൽ അച്ഛൻ ആ വേദവ്യാസനാൽ നാരദൻ സൽക്കരിക്കപ്പെട്ടു. കൃതാസന പരിഗ്രഹ ആ ഇരിപ്പിടം സ്വീകരിച്ച നാരദൻ നാരായണ മുഖാശ്രുതം നാരായണമുഖത്തിൽ നാരായണ ഋഷിയിൽ നിന്നും കേട്ടതിനെ അതിനെ തസ്മൈ വർണ്ണയാമാസ എന്റെ അച്ഛന് വർണ്ണിച്ച് കേൾപ്പിച്ചു. അങ്ങനെ എനിക്കും കേൾക്കാനിട വന്നു. ഇത്യേതദ്വർണ്ണിതം രാജൻ എന്ന പ്രശ്നകൃതസ്ത്വയാ യഥാ ബ്രഹ്മണ്യ നിർദ്ദേശ്യേ നിർഗുണേപി മനശ്ചരേൽ. രാജാവേ, ത്വയാ ന കൃതഃ പ്രശ്നഃ അങ്ങയാൽ ഞങ്ങളോട് ചോദിക്കപ്പെട്ട ആ ചോദ്യം ഉണ്ടല്ലോ, അത് അനിർദ്ദേശ്യ നിർദ്ദേശിക്കപ്പെടാൻ കഴിയാത്തതും നിർഗുണേ അപി ഗുണാതീതവുമാണ് എങ്കിലും ബ്രഹ്മണി ബ്രഹ്മത്തിൽ മനസ്സ് യഥാചരൽ എങ്ങനെ ചരിക്കും എന്ന് ഇതി ഏതൽ എന്നുള്ളത് വർണ്ണിക്കപ്പെട്ടു എന്നാണ്. നിർദ്ദേശിക്കപ്പെടാൻ കഴിയാത്തതാണ് ഗുണാതീതമായ ബ്രഹ്മം. ആ ബ്രഹ്മത്തെ ശ്രുതികൾ എങ്ങനെ ബോധിപ്പിക്കുന്നു എന്നാണ് അങ്ങ് ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് ബ്രഹ്മത്തിൽ മനസ്സിന്റെ പ്രവേശം ഉണ്ടാക്കുന്ന മാർഗം ശ്രുതികൾ ഇന്ന തരത്തിൽ ബോധിപ്പിച്ചു. അത് അങ്ങക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന്റെ അടുത്ത്. യോസ്യോൽ പ്രേക്ഷക ആദിമധ്യനിധനേയോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരശാസ്തിത യം സമ്പദ്യ ജഹാത്യജാ മനുഷ്യൈ സുപ്ത കുലായാം യഥാ തം കൈവല്യ നിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം അസ്യ ഉൽപ്രേക്ഷകഃ. ഇതിന്റെ ആലോചന ചെയ്യുന്ന ആള്, ഈ വേദസ്തുതിയെ ആലോചിക്കുന്നവൻ യാതൊരുവനാണോ ആദിമധ്യനിധനെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ ഏതൊരുവൻ വർത്തിക്കുന്നുവോ അവ്യക്ത ജീവേശ്വര അവ്യക്തത്തിന്റെയും ജീവന്മാരുടെയും നിയന്താവ് യാതൊരുവനാണോ ഇതിനെ സൃഷ്ടിച്ചിട്ട് ഋഷിണ അന്തര്യാമി രൂപത്തിൽ അനുപ്രവേശിച്ചിട്ട് യാതൊരുവൻ പുരഹ ചക്രേ ശരീരങ്ങളെ നിർമ്മിച്ചു അവയെ യാതൊരുവൻ ശാസിക്കണു അനുഷയി ജീവൻ സുപ്ത ജീവൻ ഉറങ്ങിയവൻ കുലായാം യഥാ ശരീരത്തെ എന്നതുപോലെ യം സമ്പദ്യ യാതൊരുവനായി ഭവിച്ച് അജാം ജഹാതി മായയെ ഉപേക്ഷിക്കുന്നു ആ കൈവല്യ നിരസ്തയോനിം കൈവല്യത്താൽ നിരസിക്കപ്പെട്ട യോനിയോടുകൂടിയവനായ അഭയസ്വരൂപിയായ ഭയമില്ലാത്ത തം ആ ഹരിയെ അജസ്രം ധ്യായൽ എപ്പോഴും ധ്യാനിക്കണം എന്ന് ഉറപ്പിക്കുകയാണ് ശ്രീശുക ബ്രഹ്മർഷി ഈ 87-ാമത്തെ അധ്യായത്തിന്റെ സമർപ്പണ ശ്ലോകത്തിൽ. ജീവന്മാർക്ക് എല്ലാ പുരുഷാർത്ഥങ്ങളും ധർമാർത്ഥ കാമമോക്ഷങ്ങൾ അത് സാധിപ്പിക്കാൻ സൃഷ്ടിയാദികൾ നടത്തണമെന്ന് ആലോചിച്ചവൻ,
ആരാണോ ഈ ലോകത്തിന്റെ നിമിത്ത കാരണമായി മാറിയത്, സൃഷ്ടികാലത്തും സ്ഥിതിയിലും സംഹാരത്തിലും ഒരേപോലെ വ്യാപിച്ചിരിക്കുന്നവൻ, ഈ ലോകത്തിന്റെ ഉപാദാന കാരണമായിരിക്കുന്നവൻ, നിമിത്ത കാരണവും ഉപാദാന കാരണവും. പ്രകൃതി പുരുഷന്മാരാണ് നിമിത്തോപാദാന കാരണങ്ങൾ എന്ന് പറയുന്നത്. ആ പ്രകൃതി പുരുഷന്മാരെയും നിയമിക്കുന്നവൻ ആരാണോ, ഇങ്ങനെ സൃഷ്ടിച്ചായ ലോകത്തിൽ ജീവരൂപേണ അനുപ്രവേശിച്ചവൻ ആരാണോ, അങ്ങനെ അനുപ്രവേശിച്ച ശരീരങ്ങൾക്ക് അന്നാദികൾ നൽകി നിലനിർത്തുന്ന രക്ഷകൻ ആരാണോ, ജീവൻ ഗുരുപദേശം കൊണ്ട് യാതൊരുവനായി ഭവിച്ച് ജനന മരണ ക്ലേശങ്ങളുടെ മൂലകാരണമായ ആ മായയെ ഉപേക്ഷിച്ച് ജീവോന്മുക്തനായി മാറി ഉറങ്ങിക്കിടക്കുന്നവൻ തന്റെ ദേഹത്തെ വിസ്മരിക്കുന്നത് പോലെ, പക്ഷി പറക്കാനായാൽ കൂടുവിട്ട് പോകുന്നത് പോലെ, സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നവനെന്ന് അന്യർക്കും തോന്നുന്ന സമയത്തിലും ദേഹബന്ധമില്ലാതെ വേറിട്ടവനായി ആനന്ദസ്വരൂപനായിരിക്കുന്ന, സ്വരൂപാവസ്ഥാനം നിമിത്തം അജ്ഞാനബന്ധം ലേശവുമില്ലാത്ത, ഉപാസകന്മാർക്ക് മോക്ഷത്തെ ദാനം ചെയ്യുന്ന ആ ശ്രീഹരിയെ സകല ആളുകളും എപ്പോഴും ധ്യാനിക്കണം എന്ന് പറയുന്നു. തം ഹരിം അജസ്രം ധ്യായേൽ, ആ ഹരിയെ, ആ ശ്രീഹരിയെ എപ്പോഴും ധ്യാനിക്കണം. സർവശ്രുതി ശിരോരത്ന നീരാജിത പദാംബുജം ഭോഗയോഗപ്രദം വന്ദേ മാധവം കർമ്മിനമ്രയോ. സർവശ്രുതി ദേവതകളുടെയും ശിരോരത്നകാന്തിയാൽ ആരാധിക്കപ്പെടുന്ന പാദാരവിന്ദത്തോടു കൂടിയവൻ, കർമ്മികൾക്ക് ഭോഗപദാർത്ഥങ്ങളെയും ഭക്തന്മാർക്ക് സകലതരത്തിലുള്ള ആ സായുജ്യത്തെയും നൽകുന്ന മായാധിനാഥനായിരിക്കുന്ന ആ മാധവനെ, ആ ശ്രീഹരിയെ ഞാനിതാ വന്ദിക്കുന്നു എന്ന ശ്രീധരാചാര്യ ശ്ലോകത്തോടുകൂടി നമുക്ക് ഇന്ന് ഈ ഭാഗം സമർപ്പിക്കാം. ദശമസ്കന്ധത്തിൽ ഉത്തരാർത്ഥത്തിൽ നാരദ നാരായണ സംവാദേ വേദസ്തുതി എന്ന് അറിയപ്പെടുന്ന 87-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുകയാണ്. നാളെ 88-ാമത്തെ അധ്യായത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. നാളെ ഈ ഭാഗവത കഥാകഥനം 730-ാമത്തെ ദിവസത്തിലേക്ക് എത്തുകയാണ്. അതായത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ ഭാഗവത യാത്ര 2 വർഷം പൂർത്തിയാവുന്നു എന്നുള്ള ഒരു സന്തോഷം. അതിൽ അഭിമാനത്തിന് യാതൊരു വകയുമില്ല. കാരണം ഒന്നുമെൻ നൈപുണ്യമല്ല കണ്ണ, എല്ലാം നിൻ കാരുണ്യം ഒന്നു മാത്രം. ആ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നെന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി ഈ അക്ഷരപ്പൂക്കളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും
വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ.
മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.